ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇതൊരു ദൈവിക സന്ദേശമാണ്. ജീവനുള്ള ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. യേശുവിനെക്കുറിച്ചോ യേശു പറഞ്ഞതിനെക്കുറിച്ചോ മറ്റാരെങ്കിലും പറഞ്ഞ വാക്കുകളല്ല. യേശു തന്നെ പറഞ്ഞു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം എന്നുമെന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ രക്ഷയിലേക്ക് മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിത്യനായി ദൈവം പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ദൈവം പറയുകയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനവും അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ദൈവം കരയുകയാണ്, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. ഓ, അവർ യഹോവയെ നിരസിച്ചു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ നിരസിച്ചു. എങ്കിലും ദൈവം വീണ്ടും മാടി വിളിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജീവനുള്ള ദൈവം വിളിക്കുകയാണ്. നിത്യനായ ദൈവം സ്നേഹവായ്പോടെ മനുഷ്യനെ വിളിക്കുകയാണ്, കൈമാടിക്കൊണ്ട് വിളിക്കുകയാണ്, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഏതെല്ലാം തിന്മകളിലും പാപത്തിലും പോയ മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നീ വാ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നോട് വാദിക്കാം, ഞാൻ നിന്നോട് സംസാരിക്കാം. നിനക്ക് ഏതെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും നിരാശകളോ, എങ്ങനെ ഇനി മുന്നോട്ട് വരും, ഞാൻ പിന്മാറിപ്പോയല്ലോ, എനിക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുമെന്ന് നീ ഓർത്ത് ചഞ്ചലപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീ എൻ്റെ അടുക്കിലേക്ക് വാ എന്ന് കർത്താവ് സ്നേഹവായ്പോടെ വിളിക്കുന്നു. ആ ജീവനുള്ള ക്രിസ്തു, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ച ജീവനുള്ള ദൈവം, ഇന്ന് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിക്കുന്ന ക്രിസ്തു, തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്ന യേശു ക്രിസ്തു നമ്മെ മാടി വിളിക്കുകയാണ്. സ്തോത്രം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു പിന്നെയും സംസാരിക്കുന്നു. എൻ്റെ പ്രിയരെ, യേശു ഇനി എന്നും സംസാരിക്കും. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കരുത്. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക, നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ വചനം അനുസരിക്കുക, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. സ്തോത്രം. കിങ്ഡം പ്രിൻസിപ്പിൾ ഉണ്ട്. ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായ ചില തത്വസംഹിതകളും ഭരണഘടനകളും പ്രിൻസിപ്പിൾസും ഉണ്ട്, ഇല്ലേ? ഈ ഭൂമിയിലെ ഒരു കൊച്ചു രാജ്യത്തിനോ രാജാക്കന്മാർക്കോ ഭരണാധികാരികൾക്കോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ, ഒരു തത്വം ഉണ്ടെങ്കിൽ, നിത്യനായ ദൈവം അവൻ്റെ കിങ്ഡം പ്രിൻസിപ്പിൾ, അതാണ് ഈ തിരുവചനം. എങ്ങനെ ജീവിക്കണം, എന്താണ് കിങ്ഡം പ്രിൻസിപ്പിൾ, എന്താണ് അവിടെ നടക്കുന്നത്, എല്ലാം തിരുവചന പ്രകാരമാണ്. ആ ജീവനുള്ള ക്രിസ്തു പറയുകയാണ്, യേശുവിനെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമാണ്. ഓ, കർത്താവ് പറയുകയാണ്, എന്നിൽ ഇരുളില്ല, ഞാൻ പൂർണ്ണ വെളിച്ചമാണ്. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, എന്നെ അനുഗമിക്കുന്നവൻ അങ്ങനെ തീരുമാനിച്ചാൽ, എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. സ്തോത്രം. ഇരുള് മാത്രമുള്ള ഈ ലോക ജീവിതത്തിൽ ഇരുളല്ലേ, ചുറ്റുപാടും ഇരുളല്ലേ പ്രിയരെ. എന്തെല്ലാം കേൾക്കുന്നു, കാണുന്നു. നമ്മുടെ തല മരവിക്കുന്നത് പോലെയല്ലേ ഓരോ വാർത്തകൾ. ഓരോ ദിവസവും പുതിയ വാർത്തകൾ, ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, ഓരോ ദിവസവും ഭയപ്പെടുന്ന വാർത്തകൾ, ഭീതിപ്പെടുന്ന വാർത്തകൾ, അവിശ്വസനീയമായ വാർത്തകൾ എല്ലാം പെരുകി വരുന്നു. സ്തോത്രം. എന്നാൽ നാം എന്ത് ചെയ്യണം? ഈ അന്ധകാര യുഗത്തിൽ നാം എന്ത് ചെയ്യണം? പ്രിയ യൗവനക്കാര, നീ എന്ത് ചെയ്യണം? പ്രിയ മകനെ നീ എന്ത് ചെയ്യണം? പ്രിയ മകളെ നീ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാവുന്നു. എന്നെ അനുഗമിക്കുന്നവൻ, ഒരുവനെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവൻ ഇരുളിൽ നടക്കാണ്ട് വരികയില്ല, അവനിൽ വെളിച്ചമുണ്ടാകും. സാധാരണ വെളിച്ചമല്ല, ജീവന്റെ വെളിച്ചം, ജീവൻ പകരുന്ന വെളിച്ചം, ജീവൻ നിലനിർത്തുന്ന വെളിച്ചം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ വെളിച്ചമുണ്ടോ? ജീവൻ പകരുന്ന വെളിച്ചമുണ്ടോ? രണ്ടും രണ്ടാണ്. സ്തോത്രം. ക്രിസ്തു തരുന്ന പ്രകാശം അത് സാധാരണ ഒരു ടോർച്ച് അടിക്കുമ്പോൾ കിട്ടുന്ന പ്രകാശം പോലെയല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് വെളിച്ചം വീശുമ്പോൾ അവിടെ ഇരുള് മാറുന്നു, അവിടെ ജീവൻ ഉത്ഭവിക്കുന്നു. എന്നാൽ വെളിച്ചമില്ലാതെ അവിടെ ഇരുളായിരിക്കുമ്പോൾ അവിടെ ആത്മീയ മരണം സംഭവിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്ധകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതെങ്കിൽ അവിടെ മരണമാണ്. ജഡത്തിന്റെ മരണമല്ല, ശരീരത്തിന്റെ മരണമല്ല, ആത്മാവിന്റെ മരണം. അങ്ങനെ ആ സമയത്ത് നാം ഈ ഭൂമിയിൽ കടന്നുപോയാൽ നിത്യനാശത്തിലേക്ക് പോകും. എന്നാൽ അന്ധകാരമുള്ള ഒരു ഹൃദയത്തിലേക്ക് ജീവനുള്ള ക്രിസ്തു കടന്നു വരുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്നു, വെളിച്ചത്തോടുകൂടി ജീവൻ ഉണ്ടാകുന്നു, ആത്മാവിൽ ജീവൻ വയ്ക്കുന്നു, ആത്മാവിൽ പുതിയ ജനനം കിട്ടുന്നു, പുതിയ ചൈതന്യം കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലോ നിത്യജീവന്റെ അവകാശത്തിലേക്ക് പോകും. അതാണ് ജീവൻ ഉണ്ടാക്കുന്ന വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞത്. വെറുതെ ഒരു വെളിച്ചമല്ല. ഈ ലോകത്തിൽ ചില തത്വസംഹിതകളോ ചില നിയമാവലികളോ ചില മാനുഷിക പ്രമാണിത്വമുള്ളതായ ചില തത്വസംഹിതകളോ അല്ല ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു. എന്നിലൂടെ ഒരുവൻ നടക്കാൻ ഇച്ഛിച്ചാൽ അവൻ ഇരുളിൽ നടക്കേണ്ടി വരികയില്ല. സ്തോത്രം. അന്ധകാരത്തിൽ ജീവിക്കേണ്ടി വരികയില്ല, നിരാശയിൽ കഴിയേണ്ടി വരികയില്ല, താഴ്ചയിൽ കഴിയേണ്ടി വരികയില്ല. കാരണം അത് വചനം പറയുന്നത് അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്നാണ്. അതേ ക്രിസ്തു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശമുള്ളതാകും, നമ്മുടെ കുടുംബജീവിതം പ്രകാശമുള്ളതാകും. ഞാൻ ചോദിക്കട്ടെ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും അസമാധാനങ്ങളും അനൈക്യങ്ങളുമായി നെടുവേർപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? 6 അടിക്കട്ടിലിൽ 6000 മൈൽ അകലെയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ഭാര്യയും ഭർത്താവും അവർ അകൽച്ചയിലാണ്, വഴക്കിലാണ്. കട്ടിലിന് 6 അടിയേ ഉള്ളൂ, അവരുടെ ശരീരം 6 അടി അകലെയാണ് കിടക്കുന്നത്. പക്ഷേ 6 അടി കട്ടിലിൽ ഒത്തിരി 6 അടി കിട്ടത്തില്ലല്ലോ, ഒരു 5 അടി അകലത്തിലായിരിക്കും കിടക്കുന്നത്. പക്ഷേ മനസ്സ് 6000 മൈലിലാണെന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അത് അന്ധകാരത്തിന്റെ വ്യാപാരമാണ്. ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ഒന്നില്ലായ്മയുടെ മധ്യത്തിലും ഇല്ലായ്മയുടെ മധ്യത്തിലും രോഗത്തിന്റെ മധ്യത്തിലും കടബാധ്യതയുടെ മധ്യത്തിലും എല്ലാം ഒരു മനമായി ഒരു ഹൃദയമായി ജീവിക്കാൻ കർത്താവ് കൃപ കൊടുക്കും. സ്തോത്രം. നിങ്ങൾക്ക് ഈ സ്വർഗീയ അനുഭവമുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണോ? ഞാൻ ചോദിക്കട്ടെ, ഭാര്യ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതം അത് സന്തോഷത്തിന്റെ ഒരു ജീവിതമാണോ? വർഷങ്ങൾ പിന്നിടും തോറും അകൽച്ചകൾ കൂടുകയാണോ അതോ അടുപ്പം കൂടുകയാണോ? അകൽച്ചകൾ കൂടുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, അവിടെ ഇരുളിന്റെ വ്യാപാരം ശക്തമാണ്, അത് കയറി വരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും ബഹുമാനവും ഐക്യവും ഒരു മനസ്സും കൂടി വരുന്നെങ്കിൽ അവിടെ ക്രിസ്തുവിന്റെ പ്രകാശം വരികയാണ്, അവിടെ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ജീവൻ. ഹല്ലേലൂയ. ഇത് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിൽ മാത്രമല്ല, മക്കളും മാതാപിതാക്കളും, ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ്, ഇതെല്ലാം മാറ്റുന്നതാണ് ക്രിസ്തുവിന്റെ ജീവൻ, ജീവൻ തരുന്ന വെളിച്ചം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ വന്നത് ലോകത്തിന് വെളിച്ചം കൊടുക്കാനാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ലോകത്തിന് വെളിച്ചം പകരാനാണ് ഞാൻ വന്നത്. ആദാമ്യ പാപത്തിൽ ജനിച്ച്, ആദാമ്യ വംശത്തിൽ ജനിച്ച്, ആദാമ്യ പാരമ്പര്യത്തിൽ വളർന്ന് അങ്ങനെ അന്ധകാരത്തിന്റെ ആ ഒരു അടിമത്തത്തിൽ കിടന്ന മാനവരാശിക്ക് സത്യപ്രകാശം പകർന്നു തരാനാണ് ഞാൻ വന്നത്. സ്വർഗം വിട്ട് വന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന പ്രിയമകനെ, പ്രിയമകളെ, നിനക്ക് വേണ്ടി നിന്റെ അന്ധകാരം മാറ്റാൻ ഭൂമിയിലേക്ക് വന്ന ഈ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുവോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. അത് ആർക്കും പറ്റും, ഏത് പ്രായമുള്ളവർക്കും പറ്റും. യവനക്കാര നിങ്ങൾക്കും പറ്റും. പ്രിയ സഹോദരി, യവനക്കാരായ സഹോദരി, നിനക്കും പറ്റും. വാർദ്ധക്യമാകട്ടെ, ജരാന്തരങ്ങളൊക്കെ ബാധിച്ചതിന് ശേഷം ഞാൻ ക്രിസ്തുവിനോട് ജീവിതം വേർതിരിക്കാമെന്ന് കരുതിയാൽ, മോളെ, നിന്റെ ആയുസ് എത്രത്തോളം നീ അറിയുന്നുണ്ടോ? പ്രിയമോനെ, നിന്റെ ആയുസ് എത്രയെന്ന് അറിയുന്നുണ്ടോ? ഇതാവുന്നു സുപ്രസാദകാലം.
ഇതാവുന്നു രക്ഷാ ദിവസം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാദിക്കുന്ന ഈ സമയം കൊടുക്കു പ്രിയരെ. കൊടുത്തിട്ടാ ഞാൻ പറയുന്നത്, 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് നന്ദിയുടെ കണ്ണുനീര് വരും. എൻ്റെ കർത്താവേ, എത്ര ഭാഗ്യമായിപ്പോയി. ഞാനിന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വാദിച്ചപ്പോൾ വേണമെങ്കിൽ തട്ടിക്കളയാമായിരുന്നു, വേണമെങ്കിൽ ലോകത്തിലേക്ക് പോകാമായിരുന്നു, വേണമെങ്കിൽ കൂട്ടുകാരോടൊത്ത് പോകാമായിരുന്നു. അന്ന് തിരുവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, യേശുവേ, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു എന്ന് പറയുവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ അർഹതയല്ല, പക്ഷെ കർത്താവിനോട് കരുണ കാണിച്ചു എന്ന് പറയട്ടെ. അന്ന് മുതൽ എൻ്റെ ജീവിതം ധന്യമായി. എൻ്റെ ജീവിതത്തിൽ കരുത്ത് കിട്ടി, എൻ്റെ ജീവിതത്തിൽ ഉറപ്പ് കിട്ടി. ഇതാ ഏകനായി നിൽക്കേണ്ട എത്രയോ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആരും കൂടെ ഇല്ലാതെ, ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന ചില കാലങ്ങളുണ്ട്. അന്നും എനിക്കറിയാം, അന്ന് എനിക്ക് ധൈര്യം തന്നത് എൻ്റെ യേശുവാണ്. എനിക്ക് പ്രത്യാശ തന്നത് എൻ്റെ യേശുവാണ്. എനിക്ക് ബലം തന്നത് എൻ്റെ യേശുവാണ്. ഞാൻ ഒന്നറിയുന്നു, അദൃശ്യനായ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. ആ ബലമുള്ള കരം എൻ്റെ ബലഹീനമായ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ യേശു എന്നെ വഴി നടത്തുന്നു. എന്നെ നടത്താൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് അയച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമാണ്, നല്ല ഉറപ്പാണ്, നല്ല പ്രതീക്ഷയാണ്, നല്ല പ്രത്യാശയാണ്. ഒന്നിലും പതറാതെ, ഒന്നിലും തളരാതെ, ഒന്നിലും വാടാതെ, ഒരു ഭീഷണിയുടെ മുമ്പിലും കീഴ്പ്പെട്ടു പോകാതെ, എൻ്റെ നാഥനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്ത് യേശുവിൻ്റെ ഉള്ളം തണുപ്പിച്ചുകൊണ്ട് അനേക ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വേലക്കാരനായി ജീവിപ്പാൻ ഞാൻ അഭിമാനിക്കുന്നു പ്രിയരെ. ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെ? കൊടുക്കൂ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്. ഇത് ഭാഗ്യമാണ്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ കർത്താവ് തരും. അനേകം സത്യവഴിയിലൂടെ, പ്രകാശത്തിൻ്റെ വഴിയിലൂടെ, ജീവൻ്റെ വഴിയിലൂടെ കർത്താവ് നിങ്ങളെ നടത്തും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളോ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രെയർ ടീം നിങ്ങളുമായി ബന്ധപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.